ഡൊണേറ്റ് ഫോർ ദേശ് എന്ന ക്യാമ്പയിൻ കോൺഗ്രസ് ഇന്നലെയാണ് ആരംഭിച്ചത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യ സംഭാവന നൽകി. എന്നാൽ പണമടയ്ക്കാനുള്ള വെബ്സൈറ്റ് കോൺഗ്രസിന് പണി കൊടുത്തു. വെബ്സൈറ്റ് ഡൊമൈൻ ബുക്ക് ചെയ്യാതെയാണ് ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ് പാർട്ടി ആരംഭിച്ചത്. കോൺഗ്രസിന് പണം നൽകാൻ ആഗ്രഹിച്ചവർ ക്ലിക്ക് ചെയ്തെത്തിയത് BJPയുടെ പേജിൽ. മറ്റൊരു ഡൊമൈൻ ബുക്ക് ചെയ്ത് പ്രശ്നം തൽക്കാലത്തേക്ക് കോൺഗ്രസ് പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ ഫേക്ക് ഡൊമൈനുകൾ ഉണ്ടാക്കി BJP കുഴപ്പം സൃഷ്ടിച്ചതാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്തായാലും സാങ്കേതിക വിദ്യ മര്യാദയ്ക്ക് മനസ്സിലാക്കാതെ ഇത്തരം പരിപാടികൾക്കിറങ്ങിയാൽ പണി കിട്ടുമെന്ന് കോൺഗ്രസ് പഠിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. അനൂപ് ദാസ് ഉണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് അനൂപ്. അങ്ങനെ ക്രൗഡ് ഫണ്ടിംഗ് പരാജയമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളല്ലേ? ക്രൗഡ് ഫണ്ടിങ് പരാജയമായി എന്ന് പറയാൻ പറ്റില്ല, അതിന് തുടക്കം പാളി എന്ന് പറയാൻ പറ്റും. കാര്യം ഒരു ഓൺലൈനായിട്ടൊക്കെ ഒരു പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ സാധ്യത എന്ത്, സാങ്കേതികമായ വശം എന്തെന്നൊക്കെ നോക്കണ്ടേ. കോൺഗ്രസ് പോലെ രാജ്യത്തെ വലിയ പാർട്ടി, പഴയ പാർട്ടി ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യം ഇങ്ങനെ നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് ഇങ്ങനെ ഒരു ഫണ്ട് പിരിവ് സംബന്ധിച്ച കാര്യം പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ KC വേണുഗോപാൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളിതാ ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു അതിൻ്റെ ഒരു പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്ലൈഡ് ഷോ ഒക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഡൊമൈൻ ബുക്ക് ചെയ്തിരുന്നില്ല. അതായത് ഫണ്ട് ഏത് സൈറ്റ് വഴിയാണോ വരേണ്ടത് ആ ഡൊമൈൻ ബുക്ക് ചെയ്തിരുന്നില്ല. പക്ഷേ അത് BJP അത് പോയി ബുക്ക് ചെയ്തു. BJP അവസാനം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ BJPക്ക് ഫണ്ട് ലഭിക്കുന്ന കാര്യത്തിലേക്ക് കാര്യം പോയി. എന്തായാലും അത് താൽക്കാലികമായ പരിഹാരം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണോ കോൺഗ്രസ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രവർത്തകർ ചോദിക്കുന്നുണ്ടാവും.